നടിയെ ആക്രമിച്ച കേസിലെ വിധിക്കു പിന്നാലെ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഫെഫ്കയിൽ പൊട്ടിത്തെറി. സംഘടനയിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. അന്തിമ വിധിയെന്ന നിലയിലാണ് സംഘടനകൾ വിഷയത്തെ കാണുന്നതെന്നും ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. മറ്റൊരു സംഘടന ഫെഫ്ക, ഞാൻ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അംഗമായും വൈസ് പ്രസിഡൻ്റായും ജോയിൻറ്റ് സെക്രട്ടറിയായും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ്, അതിജീവിതമാരോടൊപ്പമല്ല എന്ന്. അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി. ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല. ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ്. വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ്, അതിൻ്റെ പ്രതിനിധികളാണ്, അതിൻ്റെ ഭരണകർത്താക്കളാണ്. എനിക്കെങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക? എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്കവിടെ ഇരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇത് ഫെഫ്കയിലെ നേതൃത്വത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവമുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഫെഫ്ക നേതൃത്വത്തിന്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ ഇക്കാര്യത്തിൽ. ഇത് ഒരു തുടക്കമാണോ? കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും എന്നതിന്റെ സൂചന തന്നെയാണോ, അല്ലെങ്കിൽ സൂചനയാണോ ഭാഗ്യലക്ഷ്മിയുടെ ഈ തുറന്നു പറച്ചിലും ഈ കടുത്ത വിമർശനവും? ബിജുമാർ, അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ വിധി വന്നതിന് പിന്നാലെ ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ വിവിധ സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നും വേഗത്തിൽ തന്നെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതികരണവും നൽകിയിരുന്നു. മാത്രമല്ല, ഈ ഡയറക്ടേഴ്സ് യൂണിയനുമായി ചർച്ച ചെയ്ത് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ, അതായത് ദിലീപ് ഒരു അപേക്ഷ തരികയാണെങ്കിൽ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഈ വിധി വന്നതിന് പിന്നാലെ ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ പ്രതികരണം നടത്തിയത്. ഇതിലടക്കമുള്ള കടുത്ത പ്രതിഷേധം സിനിമാ സംഘടനകളുടെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. നേരത്തെ ഈ ഭാഗ്യലക്ഷ്മി വീഡിയോ സൂചിപ്പിച്ച പോലെ തന്നെ ഫെഫ്കയുടെ തുടക്കകാലം തൊട്ട് സഞ്ചരിച്ച ആളാണ്. മാത്രമല്ല വിവിധ പദവികൾ വഹിച്ചിരുന്നു. ഇപ്പോൾ ആ പദവികൾ വഹിച്ച ഭാഗ്യലക്ഷ്മിയാണ് ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചാണ്, വലിയ ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ ഒരു വീഡിയോ പുറത്തുവിട്ടാണ് ഈ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നടിയെ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ നടിക്കൊപ്പം ഉറച്ചുനിന്ന് വിവിധ ചാനലുകളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും ഈ ചർച്ചകളിലൊക്കെ തന്നെ നിലപാട് ശക്തമായി പറഞ്ഞ ആളാണ് ഭാഗ്യലക്ഷ്മി. എപ്പോഴും നടിക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം നിലകൊണ്ട ആളാണ് ഭാഗ്യലക്ഷ്മി. ആ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നടിക്ക് പിന്തുണ പറഞ്ഞുകൊണ്ട് ഈ സംഘടനയിൽ രാജിവെച്ചിരിക്കുകയാണ്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. മാത്രമല്ല, ദിലീപ് തിരിച്ചു വരികയാണെങ്കിൽ ആ സംഘടനയിൽ ദിലീപിനൊപ്പം ഇരിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാജി പ്രഖ്യാപിച്ച് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ രാജികളോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. ആ നിലയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ വിവിധ സംഘടനകൾക്ക് ഈ അസ്വാരസ്യങ്ങൾ ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.